ഹായ് എവ്രി വൺ. എക്സാം ടൈമിന് ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഓൾമോസ്റ്റ് സെയിം കണ്ടന്റ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. പക്ഷേ ഹാൻഡ് റൈറ്റിംഗിന്റെ വ്യത്യാസത്തിനനുസരിച്ച് മാർക്ക് കൂടിയും കുറഞ്ഞൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ഇതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂടുതൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂടുതൽ എന്തോ ഒരു കണ്ടന്റ് എഴുതിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ ടീച്ചേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് പറ്റും. പക്ഷേ കണ്ടന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് അത്രയും ഭംഗിയില്ലാത്ത ആൾക്കാർ അത് എഴുതുന്ന സമയത്ത് എന്തൊക്കെയോ കുറെ കുത്തി വരച്ചതുപോലെയൊക്കെ ഫീൽ ചെയ്യും. അത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്നതായിട്ടും പലപ്പോഴും കാണാറുണ്ട്. അപ്പം ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അക്കാഡമിക് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വളരെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മൾ പലപ്പോഴും പല ആൾക്കാരെയും നമ്മൾ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാന്നൊക്കെ പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണ് അല്ലെ. ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക എന്നുള്ളത് പലർക്കും ഇപ്പോഴും ഒരു സ്വപ്നമാണ്. ഈവൻ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ സ്റ്റഡി ടൈം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാക്കുക എന്നുള്ളത് പല ആൾക്കാരുടെ ഒരു ഡ്രീമാണ് അല്ലെ. സോ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ എക്സാമിന്റെ ടൈമിന് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് എഴുതുക എന്നത് വേണ്ടി അല്ലെങ്കിൽ സ്പീഡിൽ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഭംഗിയിൽ എഴുതി വരും. പക്ഷെ ടൈം കഴിയാനാവുമ്പോൾ ഫാസ്റ്റ് ആക്കി എഴുതുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് മൊത്തത്തിൽ വീണ്ടും പഴയ പോലത്തെ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുക എന്നുള്ളത് പലരുടെ ഒരു ടാർഗറ്റ് ആണ്. പല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോപ്പി എഴുതി ശീലിച്ച് അല്ലെങ്കിൽ കോപ്പി എഴുതി പഠിച്ച് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുന്ന ആൾക്കാരുണ്ട്. നല്ല കാര്യമാണ്. കോപ്പി എഴുതുന്ന സമയത്ത് ലെറ്റേഴ്സ് എങ്ങനെ ഏത് ഫോമിൽ എഴുതണം അല്ലെങ്കിൽ ഓരോ ലെറ്ററിന്റെ സൈസ് ഇപ്പം ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ എഴുതുന്ന സൈസ് ഒരു അറേഞ്ച്മെന്റ് വരാൻ വേണ്ടിയിട്ട് കോപ്പി എഴുതുന്നതിലൂടെ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഓൾസോ ഇപ്പൊ കോപ്പി ഒന്നും എഴുതാൻ അല്ലെങ്കിൽ കോപ്പി എഴുതാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വേറെ ഒത്തിരി മെത്തേഡ്സ് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പേനയാണ്. എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പൊ പല ആൾക്കാർക്കും പല പേനകളായിരിക്കും കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. നമുക്ക് ഏത് പേനയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ പേന വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതൊരു നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റുന്നതോടെ നമുക്ക് കുറച്ചും കൂടെ ഈസിനെസ് എഴുതുന്നതിൽ കിട്ടുന്നുണ്ട്. ആൻഡ് പേന ഹോൾഡ് ചെയ്യുന്ന മെത്തേഡ് ഓരോ ആൾക്കാരും പല ആൾക്കാരും നിങ്ങൾ ഇങ്ങനെയാണ് പേന പിടിക്കേണ്ടത് അല്ലെ അങ്ങനെയാണ് പേന പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷെ ചില ആൾക്കാർ ഈ ഒരു ഇങ്ങനെയൊക്കെ പേന പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് ചിലപ്പോൾ അവർക്ക് ഭയങ്കര സ്പീഡ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പേന പിടിക്കുന്ന സമയത്ത് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവും. പക്ഷെ വേറൊരാൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെയല്ല ഇങ്ങനെയാണ് പേന പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് ചളമാവുന്നതായിട്ടും കാണാറുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഏതാണോ കംഫർട്ടബിൾ പെൻ പൊസിഷൻ ഏതാണോ കംഫർട്ടബിൾ അത് ചൂസ് ചെയ്യുക. ആൻഡ് കുറേ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പെൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ബുക്ക് ആൻഡ് നമ്മുടെ പൊസിഷൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വളഞ്ഞൊടിഞ്ഞ് ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് കുറേ സമയമാകുമ്പോൾ നമുക്ക് സ്ട്രെയിൻ വരും. അപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിനെ അത് എഫക്ട് ചെയ്യും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലും കൂടെ നമ്മൾ ഹാൻഡ് റൈറ്റ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രഷർ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കൈ ടയേർഡ് ആവും. ഭയങ്കര പ്രഷറിൽ എഴുതുന്ന സമയത്ത് ഒന്നാമത് ബുക്കിന്റെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ മാർക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ കൈ കൂടുതൽ പ്രഷറൈസ് ആവുകയാണ്. കൈ കൂടുതൽ പെട്ടെന്ന് ക്ഷീണിക്കും. അപ്പൊ നമുക്ക് കുറേ ഒന്നും എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എപ്പോഴും ഒരു മോഡറേറ്റ് വല്ലാണ്ട് അങ്ങ് പ്രഷർ കൊടുത്താലും വലിയ ഇമ്പാക്ട് ഒന്നും അതിനകത്ത് വരുത്തുന്നില്ല. കുറച്ചും കൂടി നമ്മുടെ ടയർഡ് ആക്കാന്നുള്ള ഒരു കാര്യം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പൊ പ്രഷർ കൊടുക്കുന്ന കാര്യം നിങ്ങൾ വേണ്ട ഒരു ആവശ്യത്തിനുള്ള ഒരു പ്രഷർ മാത്രം കൊടുത്തിട്ട് എഴുതാം. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് എക്സാമിന്റെ ടൈമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നീറ്റ്നെസ്സിൽ അല്ലെങ്കിൽ ആ ഒരു സ്പീഡിൽ നമുക്ക് ആ ഒരു എക്സാം ഹോളിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. മിക്കവാറും നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും എക്സാം ഹോളിൽ നിന്ന് മാത്രം എഴുതല്ല. അതിന് മുമ്പ് പ്രീ പ്രാക്ടീസിങ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യുക. ഒരു പാരഗ്രാഫ് എടുക്കുക, അതിന് ടൈം വെക്കുക. ആ ടൈമിനുള്ളിൽ എത്ര ഭംഗിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത് നന്നായിട്ട് ടൈം എടുത്തിട്ടായിരിക്കും ചിലപ്പം നല്ല ബ്യൂട്ടിഫുള്ളി ലെറ്റേഴ്സ് ഓരോന്നും എഴുതി വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ അതിന്റെ സ്പീഡ് കൂട്ടി ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളെ കൂടെയുള്ള നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള പല കുട്ടികളും അത് കൂടുതൽ പർപ്പസ്ഫുള്ളി ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഓരോ ലെറ്റേഴ്സും എഴുതി പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും. അല്ലാതെ അവര് ഓൾറെഡി അവർക്ക് ഒരു ജന്മസിദ്ധമായിട്ട് അങ്ങനെ ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ കൂടുതലും ഹാൻഡ് റൈറ്റിംഗ് ഭംഗിയാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തന്നെയായിരിക്കും ഹാൻഡ് റൈറ്റിംഗ് നല്ല രീതിയിൽ വരുന്നുണ്ടാകും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ എക്സാംസിന്റെ മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. സോ താങ്ക് യു.